കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. കൊല്ലത്തെ പ്രശസ്തരായ രണ്ട് സിനിമാ സംവിധായകർ ഷാജി എൻ കരുൺ. കരുണന്റെയും ചന്ദ്രമതിയുടെയും മകനായി 1952 ജനുവരി 1 കൊല്ലം ജില്ലയിൽ പെരിനാട്ടാണ് ജനനം. തിരുവനന്തപുരം പാൽക്കുളങ്ങര NSS സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം, മാർ വ്യാനേഴ്സ് കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് രസതന്ത്രത്തിൽ ബിരുദവും നേടി. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഛായാഗ്രഹണ കലയിൽ ഡിപ്ലോമ നേടി. ISROയിൽ ക്യാമറാമാനായും 1976 KSFDCയിലും ജോലി ചെയ്തിട്ടുണ്ട്. അശോക് കുമാറിന്റെ അസിസ്റ്റന്റായി സിനിമയിലെത്തി. മധു അമ്പാട്ട്, അസീസ് എന്നിവർക്കൊപ്പം പ്രവർത്തിച്ചു. അരവിന്ദന്റെ കാഞ്ചന സീതയിലൂടെ സ്വതന്ത്ര ഛായാഗ്രാഹകനായി. തുടർന്ന് MT വാസുദേവൻ നായരുടെയും മറ്റു നിരവധി സിനിമകൾക്കായി ക്യാമറ ചലിപ്പിച്ചു. KG ജോർജിന്റെ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്, ഹരിഹരന്റെ പഞ്ചാഗ്നി, നക്ഷത്രങ്ങൾ തുടങ്ങിയ സിനിമകൾ ആണ് ഷാജിയുടെ ഏറെ ശ്രദ്ധേയമായത്. അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ പിറവി എന്ന സിനിമയിലൂടെ സിനിമാ സംവിധായകനുമായി. 1988 പുറത്തിറങ്ങിയ ഈ ചിത്രം 40ഓളം അവാർഡുകളാണ് വാരിക്കൂട്ടിയത്. പ്രേംജിയായിരുന്നു ചിത്രത്തിലെ നായകൻ. തുടർന്ന് 1994 സോം, 1999 വാനപ്രസ്ഥം എന്നീ ചിത്രങ്ങളും സംവിധാനം ചെയ്തു. നിഷാദ് എന്ന ഹിന്ദി ചിത്രം പനോരമയിൽ പ്രദർശിപ്പിച്ചു. പിറവിയുടെ ഛായാഗ്രഹണത്തിന് ഈസ്റ്റ് മാൻ കൊഡാക് അവാർഡ് ലഭിച്ചു. ഒരു ഇന്ത്യൻ ക്യാമറാമാന് ഈ അവാർഡ് ലഭിക്കുന്നത് ആദ്യമായാണ്. സോം എന്ന ചിത്രത്തിലൂടെ മികച്ച സംവിധായകനുള്ള കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും പുരസ്കാരങ്ങൾ ലഭിച്ചു. വാനപ്രസ്ഥം സിനിമ ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയ സിനിമയായിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടക്കം നിരവധി പുരസ്കാരങ്ങളാണ് ഈ ചിത്രവും നേടിയത്. 1988 90 ദേശീയ ചലച്ചിത്ര ഉത്സവത്തിന്റെ ജൂറി അംഗമായിരുന്നു ഷാജി എൻ കരുൺ. 1990 മുതൽ 93 വരെ സെൻസർ ബോർഡും അംഗമായിരുന്നു അദ്ദേഹം. കേരള ലളിതകലാ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റ്, ചെയർമാൻ തുടങ്ങിയ നിരവധി ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് സർക്കാർ ഷെവലിയർ പട്ടം നൽകി ഷാജി എൻ കരുണിനെ ആദരിക്കുകയുണ്ടായി. കൊല്ലം ജില്ലയിലെ തന്നെ മറ്റൊരു പ്രശസ്ത സംവിധായകനാണ് ശരത്. ആദ്യ സിനിമയായ സായാഹ്നത്തിലൂടെ ദേശീയ ശ്രദ്ധയാകർഷിച്ച സംവിധായകനാണ് ശരത്. സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ സായാഹ്നത്തിന് ലഭിച്ചു. ഇംഗ്ലീഷ് സാഹിത്യത്തിലും ജേർണലിസത്തിലും ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം 7 വർഷം പത്രപ്രവർത്തകനായിരുന്നു. കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ അഭിനയ വൈഭവത്തെ അധികരിച്ച ദി ആർട്ട് ഓഫ് ദി ലിവിംഗ് എന്ന പേരിൽ ഹ്രസ്വ ചിത്രം നിർമ്മിച്ചു. ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ആർട്സ് ഡൽഹി, അമേരിക്കയിലെ സിറോക്സ്, പാലോ ആൾട്ടോ റിസർച്ച് സെന്റർ എന്നീ സ്ഥാപനങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഗീതാ ഗോവിന്ദം പ്രോജക്റ്റിന്റെ സംവിധായകനായി. ദേവവാദ്യങ്ങൾ, ചുവർ ചിത്രങ്ങൾ എന്നീ ഡോക്യുമെന്ററികൾ സംവിധാനം ചെയ്തു. ചുവർ ചിത്രങ്ങൾ 15ഓളം അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. പാരീസിൽ മികച്ച ഡോക്യുമെന്ററിക്കുള്ള അവാർഡും ശരത്ത് നേടി. ആദ്യ ചിത്രമായ സായാഹ്നത്തിന് 7 സംസ്ഥാന അവാർഡുകളാണ് ശരത്തിന് കിട്ടിയത്. ഇന്ദിരാഗാന്ധി നാഷണൽ അവാർഡ്, ഏഷ്യാനെറ്റ് സ്പെഷ്യൽ ജൂറി അവാർഡ്, ഏഷ്യ ഹൈനോബ് അവാർഡ് തുടങ്ങിയ അംഗീകാരങ്ങൾ ലഭിച്ചു. പത്തനാപുരം താലൂക്കിൽ വിളക്കുടിയാണ് ശരത്തിന്റെ സ്വദേശം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.